കിടക്കാൻ നമ്മൾ റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ ആ ബെഡിൽ തന്നെ ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങളെന്നും കിടക്കാൻ പോകുന്നത്. ഒരു കാര്യമാണ് 3Ds. ഞാൻ ഈ 3Dsനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ അനിയത്തിയുടെ മാരേജിൻ്റെ സമയത്താണ്. അയാളുടെ മാരേജിന് സ്പീച്ച് പറഞ്ഞ അച്ഛൻ അവർക്കായിട്ട് ഡെലിവറി ചെയ്ത സ്പീച്ച് ഉണ്ടല്ലോ, ആ സ്പീച്ചിൽ ഇങ്ങനെ ഒരു കാര്യം പുള്ളി ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഈ 3Ds നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം, നല്ല സന്തോഷകരമായ ഒരു ജീവിതം മുമ്പിലേക്ക് നയിക്കാൻ പറ്റുമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. സോ ഞാൻ ഓർത്തു, ഇന്നിപ്പോൾ ഇങ്ങനെ ഇരുന്ന ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ ഇന്ന് 3Dsനെ പറ്റി ഒരു ടോപ്പിക്ക് ചെയ്യാം. ഇതറിയത്തില്ലാത്ത ആളുകളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളെല്ലാവരും നിങ്ങളൊരു കുടുംബമൊക്കെ നടത്തുന്നവരാണ്. നമ്മുടെ മക്കളൊക്കെ ഒത്തിരിയേറെ നമ്മളിന്ന് കേൾക്കുന്ന കാര്യമാണ്, കള്ളിന് കഞ്ചാവിന് അടിമകളാണ്, അല്ലെങ്കിൽ വഴിതെറ്റി പോകുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു എന്നൊക്കെ ഉള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ വഴിതെറ്റി പോകാതിരിക്കാനും പല വഴിയെ പോകാതിരിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്യും ഈ 3Ds. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതത്തിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്കുണ്ടാകുന്ന നിങ്ങളുടെ മക്കളെ ഏറ്റവും നല്ല രീതിക്ക് നിങ്ങൾക്ക് വളർത്തിക്കൊണ്ട് വരുവാൻ സാധിക്കും. സോ നമ്മുടെ 3Dsൽ ഉണ്ട്. അപ്പം 3Dsൽ ഫസ്റ്റ് D എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് D ആണ് ഡിവൈൻ. ഡിവൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന, അങ്ങനെയുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ പ്രാർത്ഥിക്കുമ്പം എന്നും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ എല്ലാവരും ശ്രമിക്കണം. പ്രത്യേകിച്ച് എല്ലാ വീടുകളിലും വൈകുന്നേരം ഒരു നേരമെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പ്രത്യേകം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അത് കൂടാതെ ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും തന്നെ അവർ ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ്, കിടക്കുന്നതിന് മുമ്പുള്ള ഒരു സമയം കണ്ടെത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. അത് ഒത്തിരി വലിയ പ്രാർത്ഥന ആയിരിക്കണമെന്നൊന്നുമില്ല, ഒരു ചെറിയ പ്രാർത്ഥന ആയിരുന്നാൽ മതിയായിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 4 വർഷത്തോളമായി. അപ്പം ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ടുള്ള സമയമുണ്ടല്ലോ, ആ സമയത്തിന് തൊട്ട് മുമ്പ് പിള്ളേരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഞങ്ങൾ കിടക്കാൻ നമ്മൾ റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ ആ ബെഡിൽ തന്നെ ഇരുന്നുകൊണ്ട് നമ്മൾ ക്രിസ്ത്യൻസാണ്. സോ ബൈബിളിൽ ഒരു ചെറിയൊരു അധ്യായമുണ്ട്, കർത്താവാണ് എൻ്റെ ഇടയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു സംരക്ഷണ പ്രാർത്ഥനയാണത്. സോ അതും ചൊല്ലി അതിനുശേഷം ഞങ്ങൾ കരണക്കൊന്തയുടെ ഒരു പ്ലേസിൽ, അതായത് 1 മണി മുഴുവനും ചൊല്ലി കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് അത് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബജീവിതത്തെയും ഞങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹത്തിനും എല്ലാം നന്ദി പറഞ്ഞ് പരസ്പര സ്തുതി കൊടുത്ത് ഓരോ ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങളെന്നും കിടക്കാൻ പോകുന്നത്. സോ അതെപ്പോഴും നമ്മൾ കിടക്കാൻ പോകുമ്പോഴാണേലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്താണേലും നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ മനസ്സിനും നമുക്കൊരു സന്തോഷം എപ്പോഴും തന്നുകൊണ്ടേയിരിക്കും. അതുപോലെ സെക്കൻഡ് D ആണ് ഡൈനിങ്. ഡൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഫുഡ് കഴിക്കാൻ നേരം ഒരു നേരമെങ്കിലും അറ്റ്ലീസ്റ്റ് 1 time a day, നിങ്ങളെ ഭാര്യയും ഭർത്താവും 2 സ്ഥലത്തല്ല, ഒരു സ്ഥലത്ത് തന്നെയാണ്, നാട്ടിൽ തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും കൂടി നിർബന്ധമായിട്ടും ഒരു നേരമെങ്കിലും ഫുഡ് ഒരുമിച്ചിരുന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. അന്നേരം ആ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമുക്ക് മക്കളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളും അവരുടെ സ്കൂളിലെ കാര്യങ്ങളും വിശേഷങ്ങളും അവർ വന്ന വഴിക്കുള്ള കാര്യങ്ങളും, അല്ലാതെ നമ്മൾ ഡൈനിങ് ടേബിൾ വന്നിരുന്ന് ഫുഡ് കഴിക്കുകയോ എഴുന്നേറ്റ് പോകുക, എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു ഓടി വന്ന് ചില ആൾക്കാരുണ്ട് ഫുഡ് കഴിക്കാൻ വന്നിരുന്നു, ഭാര്യയോടെ പാത്രം കൊണ്ട് വരുമ്പോഴത്തേനും ഭർത്താവ് എഴുന്നേറ്റ് പോകും, അല്ലെങ്കിൽ ഭർത്താവ് ഒരു സമയത്ത് ഒരിടത്ത് വന്നിരുന്ന് കഴിച്ചു, അല്ലെങ്കിൽ മക്കൾ ചിലപ്പം അവിടെ ഇരുന്ന് കഴിച്ചു, ഇവിടെ ഇരുന്ന് കഴിച്ചു, അല്ലെങ്കിൽ ബെഡ്റൂമിൽ പോയിരുന്ന് കഴിച്ചു, എതിലേലും പോയിരുന്ന് കഴിച്ചു, ഭാര്യ അടുക്കളയിൽ ഇരുന്ന് കഴിച്ചു, അല്ലെ പെന്നാമ്പുറത്ത് ഇരുന്ന് കഴിച്ചു. അങ്ങനെയൊന്നും അല്ല വേണ്ടത്. നമ്മളൊരു കുടുംബമാകുമ്പം, ഒരു കുടുംബം എന്ന് കഴിഞ്ഞാൽ അത് മുൻനിർത്തി നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ പറയുമല്ലോ സ്ത്രീക്ക് തുല്യതയാണ്, അല്ല അവർക്ക് തുല്യതയാണ്, ഇവർക്ക് തുല്യതയാണെന്നൊക്കെ. തുല്യതയെന്ന് വെച്ചാൽ അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു നേരമെങ്കിലും ഫുഡ് കഴിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കണം. കാരണം ആ ഒരു സമയം നമ്മുടെ മക്കൾക്കായിട്ട് സ്പെൻഡ് ചെയ്യുമ്പം, മക്കൾക്കും ഭാര്യയ്ക്കും നമ്മുടെ ആ ഒരു ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പം
ഒത്തിരിയേറെ നമ്മുടെ ഫാമിലിയെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കും. നമ്മുടെ ഡൈനിങ് ടേബിൾ എപ്പോഴും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരിക്കണം നമ്മുടെ ഡൈനിങ് ടേബിൾ. കാരണം നമ്മുടെ വിഷമങ്ങളല്ല ഉൾപ്പെടുന്നത്, നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, നമ്മൾ നല്ലൊരു ഫ്രണ്ട്സാണ് നമ്മുടെ മക്കൾക്ക്. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ മക്കളും വഴിതെറ്റി പോവില്ല. ഇന്നത്തെ കാലത്ത് ഒന്നെങ്കിൽ കാരണവന്മാർ ഒരു സമയത്ത് വരും, അല്ലെങ്കിൽ അപ്പനും അമ്മയ്ക്കും രാവിലെ ചിലപ്പോൾ നേരത്തെ പോകണമായിരിക്കും. ചിലപ്പം അവർ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനും നമ്മുടെ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഉള്ള ഒരു സമയം കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ വരുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ആയിരിക്കും. അന്നേരപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നത് നമുക്ക് അവരെ പറഞ്ഞിട്ടും കാര്യം ഒട്ടുമില്ല. ബട്ട് മാക്സിമം നിങ്ങൾ ഒരു നേരത്തെ ഫുഡെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ടും ഒരുമിച്ചിരുന്ന് കഴിക്കാനും നിങ്ങളുടെ മക്കളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനും വെച്ചാൽ മക്കൾക്ക് അന്നേരം ഇപ്പോൾ ഒരു ഫ്രീഡം കൊടുക്കുക, അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പം ആ വീടിനൊരു വല്ലാത്തൊരു എനർജി ഫീലിങ്സ് ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന സമയത്തോടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാവരും കൂടെ ഉണ്ട്. ഒറ്റയ്ക്ക് ഒരാളിരുന്ന് ഫുഡ് കഴിക്കുന്നതാണോ കുറേ കൂട്ടായിട്ടിരുന്ന് കഴിക്കുന്നതാണോ നല്ലത്? ഒത്തിരി ആളുകൾ നമ്മൾ വീട്ടിലുള്ള എല്ലാവരും കൂടി ഇരുന്ന് സന്തോഷമായിട്ട് തമാശയും കഥകളും പറഞ്ഞ് ഇരുന്നൊക്കെ കഴിക്കുന്നതല്ലേ, അത് ഒരു നല്ലൊരു സ്പേസാണ്. കാരണം ഞാനൊരു കാര്യം പറയാം, എൻ്റെ അച്ഛനും അമ്മയും ഇപ്പം ഒരു 30-31 വർഷത്തോളമായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ 30-31 വർഷമായിട്ടും ഇപ്പോഴും ഇവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അച്ഛൻ എതിലേ ഇങ്ങനെയൊക്കെ പോയാലും അവരുടെ കല്യാണം പണ്ടുകാലം തൊട്ട് ഇങ്ങനെയാണ്. അച്ഛൻ ഇങ്ങനെ പാതിരാത്രി 12 മണിക്കാണ് വരുന്നെങ്കിലും അമ്മ അതുവരെ ഫുഡ് കഴിക്കാതെ കാത്തിരിക്കും. ഇടയ്ക്ക് ഞങ്ങൾക്ക് തരുമ്പോൾ ഒരു ശകലം വല്ലതും കഴിച്ചാലും ഒത്തിരി കാര്യമായിട്ടൊന്നും കഴിക്കില്ല, 1 വായ 2 വായ വല്ലതും ഞങ്ങൾ മിച്ചം വെക്കുന്ന വല്ലതൊക്കെ കഴിച്ചാൽ പോലും അമ്മ എപ്പോഴും അച്ചാച്ചന് വേണ്ടി കാത്തിരിക്കും. അതുകൊണ്ട് തന്നെ അച്ചാച്ചൻ അറിയാം അമ്മ അച്ഛന് വേണ്ടി കാത്തിരിക്കും. അച്ഛൻ വന്നിട്ടേ അമ്മ എന്തെങ്കിലും കഴിക്കുള്ളൂ എന്നുള്ളത് അച്ഛന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ അച്ഛൻ എതിലേ പോയാലും എവിടെ പോയാലും എന്തെങ്കിലും പാർട്ടി ഉണ്ടോ, എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയി, ഒരു കല്യാണത്തിന് പോയി, എന്ത് കാര്യത്തിനാണെങ്കിലും അച്ഛൻ പോയിട്ട് വരുന്നോടം വരെ അമ്മ കാത്തിരിക്കുന്നുണ്ട്. അച്ഛൻ രാത്രി വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അച്ഛനോട് ഒരുമിച്ചിരുന്ന് നീ അച്ഛന് 1 വാ ചോറ് ഉണ്ടല്ലെങ്കിലും ആ 1 വാ അവർ രണ്ടോട് ഒരുമിച്ചിരുന്ന് അവർ കഴിക്കും. അച്ഛന് വേണ്ടെങ്കിൽ പോലും അച്ഛൻ 1 വാ ചോറെങ്കിലും അവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കും. വേറൊന്നും കൊണ്ടല്ല. അന്നേരം ആ സമയത്ത് അവരവിടെ വന്നിരുന്നു, അവർ ഫുഡ് കഴിക്കും. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഞങ്ങൾ ഉറങ്ങിപ്പോയി കാണും, ചിലപ്പോൾ ഒത്തിരി താമസിച്ചാണ് വരുന്നത്, ഞങ്ങൾ കൊച്ചുങ്ങളായിരുന്നപ്പോൾ ഞങ്ങളൊക്കെ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ അമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മക്കൾ അന്ന് ചെയ്ത കാര്യങ്ങൾ, ഞങ്ങൾ സ്കൂളിൽ പോയപ്പോഴത്തെ കാര്യം, ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് ചെയ്ത കാര്യങ്ങൾ, ഞങ്ങളുടേതായ സകല കാര്യങ്ങളും, വീട്ടിലെല്ലാവർക്കും എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു, നടന്ന കാര്യങ്ങൾ എല്ലാം, വീട്ടിലെ കാര്യങ്ങളെല്ലാം അച്ചാച്ചനുമായിട്ട് ഷെയർ ചെയ്യും. അച്ചാച്ചൻ അതുപോലെ കടയിൽ പോയപ്പോഴത്തേക്കും ആരെങ്കിലും വന്നപ്പോഴും പറഞ്ഞങ്ങനെ ഒത്തിരി തമാശകളും കാര്യങ്ങളും ഒക്കെ കാണും. അതെല്ലാം പറയും. അവർ ഭയങ്കര എന്താ പറയുക, ആ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ ഭയങ്കര ഒരു നല്ലൊരു സ്പേസാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാം, ഇപ്പം നമ്മളിൽ ഒരാൾ മിസ്സിങ് ആണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. ഭാര്യ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു ദിവസം വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് എങ്ങോട്ടേലും മാറി നിന്ന ആ സ്ഥലത്ത് തന്നെ ആ ഒരു ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കുമ്പം എത്ര ഭർത്താക്കന്മാർക്ക് ഭാര്യയെ മിസ് ചെയ്യുന്നതായിട്ട് തോന്നും? വളരെ ചുരുക്കം ആളുകൾക്കേ ഉള്ളൂ. മാക്സിമം ആൾക്കാരും എന്നാ ചെയ്യും, ഭാര്യ വീട്ടിലില്ലെങ്കിൽ ഓട്ടാനെ എൻജോയ് ചെയ്യാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇതിലേം പോകും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലൊരു ബോണ്ടിങ്, നല്ല സന്തോഷകരമായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാര്യ ഒരു ദിവസം നമുക്ക് മാറി നിൽക്കുമ്പം പോലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നും. അത് ഞാനൊരു കാര്യം പറഞ്ഞപ്പം ഇത് കേട്ടപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ ഡെലിവറി ടൈമിൽ എൻ്റെ കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് നിന്നു. ഒരു അറൗണ്ട് 1 മന്തോളം വന്ന് നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അച്ചാച്ചനന്ന് വീട്ടിലിരുന്നിട്ട് അച്ചാച്ചനൊന്ന് ഫുഡ് ചൊവ്വേന്നേരം കഴിക്കാൻ പോലും ആയിട്ടില്ല. അല്ലേ പറഞ്ഞ അച്ചാച്ചൻ നല്ലപോലെ ഫുഡ് കഴിക്കാതായി തല ഇറങ്ങി വീഴുകയൊക്കെ ചെയ്തു. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരാളെ കണ്ടില്ല എങ്കിൽ നമുക്ക് അത്രയും ഒരു വിഷമവും അത്രയും ഒരു എന്താ പറയുക, ഒരു ഫീലിങ്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും. അതുപോലെ 3rd D ആണ് ഡിസ്കഷൻ എന്ന് വെച്ച് വന്നിട്ട്
നമ്മൾ എല്ലാവരുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഡിസ്കഷൻ എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. കാരണം അവർ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും അവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫിൽ ഒരിക്കലും ഒരു തേർഡ് പാർട്ടി, അതായത് മൂന്നാമതൊരാൾ അതിൽ കയറി ഇൻ്റർഫിയർ ചെയ്യാൻ, അത് ഈവൻ നിങ്ങളുടെ മക്കളാവട്ടെ, അമ്മായിയമ്മയാവട്ടെ, അമ്മായിയപ്പനാവട്ടെ, അപ്പനാവട്ടെ, അമ്മയാവട്ടെ, ഒരാളെ പോലും നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ കയറി ഇൻ്റർഫിയർ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കരുത്. ഇൻ കേസ് ഇനിയിപ്പം നിങ്ങളുടെ ഒന്നും കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, അതുപോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനെയോ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം, അവരെ വിളിക്കാം, നമുക്ക് അവരെ എല്ലാവരെയും കൂടി ഇരുത്തി നമുക്ക് ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഒരു പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ മാക്സിമം നമുക്ക് ശ്രമിക്കാം. അതല്ലാതെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾക്കും നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടിയുടെ അഭിപ്രായം, അതായത് നിങ്ങൾ കുടുംബമാണ്, ഒരു കുടുംബജീവിതമാണ്. ആ കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ അവകാശമാണുള്ളത്. അതുപോലെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ ഓടിച്ചെന്ന് മറ്റൊരാളോട് പറയുക, അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ ഓടിച്ചെന്ന് അപ്പുറത്ത് എന്ന് വേറൊരാളോട് പറയുക. ഈ ശീലങ്ങളൊന്നും ഒരിക്കലും നല്ലതല്ല. അതുപോലെ തന്നെ നമ്മൾ ചെയ്യരുതാത്തൊരു കാര്യം, മറ്റൊരാളുടെ മുമ്പിൽ നമ്മുടെ ഭർത്താവിനെ താഴ്ത്തിക്കെട്ടരുത്. അതുപോലെ നമ്മുടെ ഭാര്യയെയും ഭർത്താവ് ഒരിക്കലും താഴ്ത്തിക്കെട്ടരുത്. കാരണം ഇത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾക്ക് കാരണമാകും. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ വിചാരിക്കും ഇവളെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടിയാൽ മറ്റുള്ളവർ ഞാൻ പാവമാണെന്നും അവൾ മഹാപഴയാണെന്നോ അല്ലെ ഇങ്ങനെയുള്ളതാണെന്നും വിചാരിച്ചോളുമെന്ന് വിചാരിക്കും. പക്ഷേ അതല്ല, നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയെ താഴ്ത്തിക്കെട്ടുമ്പം നമ്മൾ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് താഴ്ന്നു പോകുന്നത്. കാരണം ഏതെങ്കിലും ഒരു ടൈം ഓഫ് മൊമെൻറ്റിൽ എന്തെങ്കിലും ഒരു കാര്യം ഇവർ ചെയ്യുന്നത് തിരിഞ്ഞു വരാം, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം നമ്മൾ ഇനിയാളെ മോശക്കാരിയാക്കി വെച്ചേക്കുക, പക്ഷേ ഇവരെ നേരത്തെ അറിയാവുന്നവരല്ല വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ അറിയാവുന്ന, ഇവരുടെ ക്യാരക്ടർ ഇങ്ങനെയല്ല എന്നറിയാവുന്ന ഒരാൾ വേറൊരു രീതിയിലൊരു കമൻറ്റ് ആരെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആര് മോശക്കാരാവും? നമ്മൾ മോശക്കാരാവും. അതുമാത്രവുമല്ല, നമ്മുടെ ഭാര്യ മോശമാണ് അല്ല ഭർത്താവ് മോശമാണ് എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുറേ കാലം കഴിഞ്ഞ് കഴിയുമ്പം പല ആൾക്കാരിലൂടെയും അറിഞ്ഞും പിറക്കിയും പറഞ്ഞും ഒക്കെ വരുമ്പം ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയാമോ, ആ കുടുംബത്തിൽ ഒരു സമാധാനം ഇല്ലാത്ത കുടുംബമാണ്, ആ ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലാണ്. ഇത് കുറേ കാലം കഴിഞ്ഞ് നിങ്ങളുടെ മക്കൾ കേൾക്കുമ്പം അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു അലകഴിഞ്ഞ കുടുംബം എന്നുള്ള രീതിയിലായി പോവും നമ്മുടെ കുടുംബങ്ങൾ. അതുപോലെ എപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിലും എന്നും സ്നേഹത്തിൽ നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ ശ്രമിക്കണം. എന്തുകൊണ്ടാണെന്നല്ലേ, നല്ലൊരു ജീവിതം നമ്മൾ നയിക്കുവാണെങ്കിൽ ഭാവിയിൽ നമ്മുടെ മക്കളും കല്യാണവും കുടുംബജീവിതത്തിലേക്കും ഒക്കെ പോകും. നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് വന്നിരുന്നെന്ന് ചോദിക്കുകയാണ്, അച്ഛാ എൻ്റെ കല്യാണമാണ്, എനിക്ക് കല്യാണം ആയിക്കൊണ്ട് അച്ഛൻ എന്ത് മെസ്സേജ്, ഞാൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്, ഇതിന് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ്റെയോ അല്ലെ മകളുടെയോ മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, ഞാൻ നിൻ്റെ അമ്മേനെ സ്നേഹിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അച്ഛനെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾ കുടുംബമായിട്ട് എങ്ങനെ ജീവിച്ചു അതുപോലെ നിനക്കും നീ ഭാവിയിൽ ജീവിക്കാൻ ശ്രദ്ധിക്കുക, നീ നിൻ്റെ ഭാര്യയെ കരുതുക എന്ന് പറയാൻ ഓരോ കാരണവന്മാരും പ്രാപ്തരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബജീവിതവും നല്ലതാകും, നമ്മുടെ മക്കളുടെ ലൈഫും ഒത്തിരിയേറെ നല്ലതാകും. അപ്പം അതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ മക്കളെയൊക്കെ നേർവഴിക്ക് നയിക്കാനും ഒക്കെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രാവർത്തികം ആകും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ ഈ 3 Ds ഒരിക്കലും നമ്മൾ മറക്കരുത്. ദ 3 Ds. ഫസ്റ്റ് D ഡിവൈൻ, സെക്കൻഡ് D ഡൈനിങ്, ആൻഡ് ദ തേർഡ് D ഈസ് ഡിസ്കഷൻ.
ഇത് മൂന്നും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് എ സക്സസ്ഫുൾ ഫാമിലി ലൈഫ്.